അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ഫൺ പോലെ എടുത്താൽ മതി, കാര്യമായിട്ടൊന്നുമില്ല. ഒരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, കഴിഞ്ഞ ദിവസം ഒരു മൈക്ക് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച പ്രോഡക്റ്റ്. ഫോട്ടോണിൻ്റെ FT777 എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് മൈക്ക്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ട്രാൻസ്മിറ്റേഴ്സും മൈക്കൊക്കെ. ഇതാണ് അതിൻ്റെ സംഭവം. ഇവിടെയാണ്, ഇതാണ് അതിൻ്റെ ചാർജ് ചെയ്യണ സംഭവം. പിന്നെ ഇതിനകത്തേക്ക് വരുന്നത് അതിൻ്റെ കേബിളുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തുറന്ന് കാണിക്കാം. ഒരു യൂസർ മാനുവൽ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് അതിൻ്റെ കേബിളുകളൊക്കെയാണ്, കണക്റ്റിംഗ് കേബിൾസ് ഒക്കെയാണ്. പിന്നെ ഒരു വിൻഡ് ഷീൽഡ് വരുന്നുണ്ട്. ഈ നമ്മൾ മൈക്ക് കാറ്റൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ശബ്ദമൊക്കെ നോയിസ് ക്യാൻസലേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഇത് മൊബൈലിൽ കൂടെയാണ് പറയണേ, മൈക്ക് വെച്ചിട്ടുള്ള പറയണേ. അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് നോക്കാം. ഇത് റിസീവറിൽ നിന്ന് ക്യാമറയിലേക്ക് കൊടുക്കാനുള്ള കേബിളാണിത്. പിന്നെ ഇത് ഓഡിയോയുടെ ഒരു കേബിൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിത് വെച്ചിട്ട് മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത് വെക്കാനുള്ള സംഭവമാണ്, കേൾക്കാനായി വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇത് രണ്ടും, ഇത് ഐഫോണിൻ്റെ കേബിള്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഐഫോണിൻ്റെ. പിന്നെ ഇതൊരു C ടൈപ്പ് കേബിളും വരുന്നുണ്ട്. ഇനി ഇതൊക്കെയാണ് കേബിളുകളും യൂസർ മാനുവലൊക്കെ. ഇനി നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോൾ ഇതിനകത്ത് അപ്പോൾ ഈ റിസീവർ എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മുകളിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അപ്പോൾ ഇത് ഓണായി. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ട് 3. അപ്പോൾ ഇതാണ് അതിൻ്റെ മൈക്ക്, 2 മൈക്കുകൾ, ഒരു റിസീവർ. ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ പുറത്തൊക്കെ ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യണ സമയത്ത് മൈക്കിൽ വെക്കാനുള്ള സംഭവം ഉണ്ടോ, അത് ഇവിടെ പിടിപ്പിക്കാം. ഇങ്ങനെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള സൗണ്ടൊക്കെ ഭയങ്കര സൗണ്ട് ക്യാൻസലേഷനൊക്കെ വരും. ഇതാണ് പുറത്ത് നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാറ്റൊന്നും പിടിക്കാതിരിക്കാനുള്ള, അതിൻ്റെ ശബ്ദമൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ക്യാൻസൽ ചെയ്യുന്ന സാധനമാണത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.